സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഹാരിസ് രാജാണ്. സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനിയിലാണ്. പൊന്നാനിയിലെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. ഇത് ആണ് സൈനുദ്ദീൻ മഖ്ദൂം സ്ഥാപിച്ച ഒരു മസ്ജിദാണിത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം പഠനത്തിന് വേണ്ടി പൊന്നാനിയിലെത്തുകയും ഇവിടെയുള്ള അന്നത്തെ പ്രഗത്ഭരായ പണ്ഡിതരുടെ കീഴിലെല്ലാം വിദ്യ അഭ്യസിച്ച ശേഷം അദ്ദേഹത്തിന് അതിൽ തൃപ്തി വരാതെ അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലും, കോഴിക്കോടും അതുപോലുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോയി അവിടെയുള്ള കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കീഴിലും വിദ്യാഭ്യസിച്ചതിന് ശേഷം അദ്ദേഹം മക്കയിലേക്ക് തിരിക്കുകയും അവിടെ കിട്ടാവുന്ന എല്ലാ അറിവുകളും ശേഖരിച്ച ശേഷം അദ്ദേഹം അവിടെ നിന്നും മിസ്രിലേക്ക്, അതായത് ഇന്നത്തെ ഈജിപ്തിലേക്ക് പോവുകയും അവിടെയുള്ള പണ്ഡിതന്മാരുടെ കീഴിലും അഭ്യസിച്ച ശേഷം ഇനി ലോകത്തിലെവിടെയും ഒരു കാര്യങ്ങളും ഇപ്പം നേടാൻ കിട്ടാവുന്നിടത്തോളം ഒക്കെ നേടിയ ശേഷം അദ്ദേഹം തനിക്ക് ലഭിച്ച അറിവുകൾ കേരളത്തിലെ ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനായി കേരളത്തിലെത്തുകയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും ഒരുപാട് ശിഷ്യർക്ക് പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും വിവാദമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും അദ്ദേഹം നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു ശിക്ഷണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഒരു മസ്ജിദ് കൂടിയാണിത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കൊരു നിലവിളക്ക് കാണാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാവാം. പക്ഷേ അങ്ങനത്തെ സംശയങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വിളക്ക് കത്തിക്കുന്നത് പ്രകാശം പരത്തുന്നതിനാണ് എന്നുള്ള ആ ഒരു ലക്ഷ്യം ആയിരിക്കാം അദ്ദേഹം അതിൽ കണ്ടിട്ടുണ്ടാവുക. മറ്റൊരു കാര്യങ്ങളൊന്നും കാണാത്തത് അദ്ദേഹത്തിന് പരമാവധി എല്ലാ കാര്യങ്ങളെയും നേരായ രീതിയിൽ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ള തെളിവ് തന്നെയാണ് ആ നിലവിളക്ക് ഇന്നും അവിടെ ഇരിക്കുന്നത്. ഇത് ആ മസ്ജിദിൻ്റെ ഉൾഭാഗമാണ്. ഇവിടെ വളരെ വൃത്തിയോടെ അദ്ദേഹം അന്ന് എങ്ങനെയാണോ അതിനെ ഉണ്ടാക്കിയത് അതേപോലെ അതിനെ ഇന്നും അതേ രീതിയിൽ തന്നെ ഇന്നും അതിനെ സംരക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ആളുകൾ. അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇവിടെ ആ മൂലയിൽ കാണുന്ന ഒരു റൂം പോലെ കാണുന്നില്ലേ, അദ്ദേഹം ഏകാഗ്രമായി ധ്യാനം നടത്തുന്നതിന് വേണ്ടി, ഇത് മസ്ജിദിൻ്റെ മെമ്പറാണ്. വെള്ളിയാഴ്ചകളിൽ ഇവിടെയാണ് കുത്തുബ കാര്യങ്ങളൊക്കെ നടക്കുക, പ്രസംഗങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇത് മക്കയിലും ഇതുപോലെ ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇമാമ് നിൽക്കുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് ലീഡർ നമസ്കാരം. ഇതാണ് അദ്ദേഹം ഏകാഗ്രമായി ധ്യാനത്തിലിരിക്കാൻ ഉപയോഗിച്ചിരുന്ന റൂമാണതെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് കടന്നാൽ ആളുകൾക്ക് റെസ്റ്റ് എടുക്കാൻ പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് ക്ഷീണിതരായി വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആരും നിങ്ങളെ ഒന്നും പറയില്ല. നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ റെസ്റ്റ് എടുക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന സ്ഥലമാണ്. കാറ്റും വെളിച്ചവും ഏത് ഭാഗത്തു നിന്നും കടന്നു വരാവുന്ന രീതിയിലുള്ള വളരെ അതിഗംഭീരമായ കേരളത്തിൻ്റെ തനതായ രീതിയിലുള്ള ഒരു ബിൽഡിങ്ങാണ് ഇത്. ഇതിനകത്ത് ഏത് സമയവും ചുറ്റുഭാഗത്തു നിന്നും കാറ്റ് ഉള്ളിലേക്ക് കടക്കുകയും അത് വളരെ തണുത്ത കാറ്റും, അതുപോലെ ഈ വാതിലുകളും ജനലുകളൊക്കെ കണ്ടുപോവുക അന്നത്തെ മരത്തിൻ്റെ വാതിലുകളാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സഹോദരങ്ങളെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹാരിസ് രാജ്.